എന്താ ചേച്ചി പാത്രം കഴുകില്ല? ഈ സ്ഥാനാർത്ഥി സ്ഥലം ഉള്ളപ്പോഴോ? ചേച്ചി വന്നേ. നേരത്തെ എത്തിയില്ലടാ. നീ അങ്ങോട്ട് മാറിയുന്നേ, ഞാൻ കുറച്ച് കപ്പപ്പുഴുക്ക് ഉണ്ടാക്കി ചേച്ചിക്ക് കൊടുക്കട്ടെ. നിനക്കൊക്കെ നാണമില്ലേ? ഈ കപ്പപ്പുഴുക്ക് ഉണ്ടാക്കുന്നത് സ്ത്രീയുടെ പുറകെ കയറി ഇരിക്കണതൊക്കെ അല്ലേ നിന്റെ PR വർക്ക് എന്ന് പറയുന്നത്? അതൊക്കെ 40 വർഷം മുമ്പേ നിർത്താൻ പോയ കാര്യമല്ലേ? അതിന്റെ പുറകെ ഇപ്പോഴും നടക്കണേ. അതാണ് നിന്റെയൊക്കെ PR വർക്ക്. അമ്പോ നമ്മുടെ PR വർക്ക് മോശം. എഡും ലവ് യു ടു ദ മൂൺ ആൻഡ് ബാക്കും, പിന്നെ നിങ്ങളുടെ പാർട്ടി സെക്രട്ടറിയുടെ പെൻഷൻ തിരിച്ചു കൊടുത്ത പരിപാടിയുടെ PR വർക്കും, പിന്നെ ഒരു PR കൂടെ കൊറോണ കാലത്തെ PR വർക്കൊക്കെ നമ്മക്ക് അറിയാട്ടോ കേട്ടോ. അങ്ങനെയാണെങ്കിൽ ആ രമേശ് ചെന്നിത്തലയുടെ ആ ഇലക്ഷൻ സമയത്തുള്ള ഉസ്മാന്റെ കോളൊക്കെ അതോ? പക്ഷെ കൂട്ടത്തിലെ കൊമ്പൻ ഇവിടെ ഒന്നുമല്ല, അത് നമ്മുടെ ദേശീയ തലത്തിൽ തന്നെയാ. നമ്മുടെ മോദിജി ഇല്ലേ, മോദിജി പിന്നെ PR, അത് പിന്നെ PR ഒന്ന് എടുത്ത് പറയും. മറ്റേ ഷർട്ടിനകത്ത് പേരും ഫോട്ടോയൊക്കെ വെച്ച്. അത് മാത്രമല്ല, റീസെന്റ് ആയിട്ട് മറ്റേ ഒരു സാധനം ഇറങ്ങിയായിരുന്നു. PR നൈസായിട്ട്. പക്ഷെ നല്ല വർക്കാന്നാ തോന്നണം കേട്ടോ. വർക്കാവലാണ് തോന്നുന്നു. പിന്നെ രാഹുൽ ഗാന്ധിയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. പുള്ളിക്കാരൻ കണ്ട ചായക്കടയും ബേക്കറിയൊക്കെ ഇങ്ങനെ PR ആക്കി ടൈർ മോർ എന്നൊക്കെ പറഞ്ഞ് പുള്ളിയുടെ PR കുഴപ്പമില്ലെന്നാ തോന്നുന്നത്. പിന്നെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജി ഇല്ലേ, തിരുവനന്തപുരം നഗരത്തിൽ ഇറങ്ങിയാല് പുള്ളിയുടെ പോസ്റ്റിലൊക്കെ സ്ഥലം കാണാറില്ല. പുള്ളി മറ്റേ എമ്പുരാൻ ലൈന് പരിപാടിയാണ്. കൊള്ളാന്ന് തോന്നുന്നു, എന്താണോ എന്തോ. പക്ഷെ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, എന്ത് ചെയ്താലും നമ്മുടെ തനിരം പുറത്തു വരും. വരണമല്ലോ. നമ്മുടെ VD സതീശൻ പടക്കം പൊട്ടിപ്പോ ഒന്ന് പേടിച്ചിട്ട് പുള്ളിക്ക് ഇച്ചിരി ദേഷ്യം വന്നു പോയി. ഇതൊക്കെ ആൾക്കാർ കണ്ട് പുള്ളിക്ക് നെഗറ്റീവ് ആയില്ലേ? പടക്കം പേടിക്കില്ലേ? അത് മാത്രാണോ? ഷാഫിക്കയ്ക്ക് പിന്നെ ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടാകുമ്പോ കൊങ്ങക്കി പിടിച്ച് അങ്ങനത്തെ ചെറിയ പ്രശ്നമൊക്കെ വന്നു. അതും ആൾക്കാർ കണ്ട്, അത് നമുക്ക് നെഗറ്റീവായി. എന്തൊക്കെ വെളുപ്പിക്കാൻ നോക്കിയാലും വെളുപ്പിക്കാൻ പറ്റുള്ള. പിന്നെ നിങ്ങളുടെ ആളുടെ അറിയാം, നിങ്ങളുടെ ഒക്കെ മറ്റേ മൈക്ക് കണ്ടാലും കറണ്ട് പോയാലൊക്കെ ദേഷ്യം വരുന്നത് കൊണ്ട് നിങ്ങളുടെ സ്വഭാവം എല്ലാവർക്കും അറിയാം. ഞാനതെല്ലാം ആലോചിക്കണേ, എന്തൊക്കെ PR ഗിമിക്സ് ചെയ്താലാണ് ഈ ആൾക്കാരെ കൊണ്ട് ഓട്ടിപ്പിച്ച് നമുക്കൊന്ന് രക്ഷപ്പെട്ട് ഭരിക്കാൻ പറ്റണത് അല്ലേ? നമ്മെന്തൊക്കെ അഭിനയവും PR ഗിമിക്കും കള്ളത്തരവൊക്കെ കാണിച്ചാലും നമ്മൊന്ന് കരയേറപ്പെടണേ. അതെ, ഈ കഷ്ടപ്പാടൊക്കെ വല്ലവർക്കും അറിയണോ? ആരറിയാം.